ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇതേ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവൊക്കെ ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടാവും, കാരണം ഓണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിനല്ല, ഓണത്തിന് മുന്നേ ഒരു മാസം മുന്നേ ഒക്കെ വീഡിയോസൊക്കെ എടുക്കുന്നവരുണ്ട് അല്ലേ. പോസ്റ്റ് ചെയ്യാനുണ്ടാവും, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുണ്ടാവും, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുണ്ടാവും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നേരത്തെ കാലത്തെ എല്ലാവരും ചെയ്ത് വയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഒരൊറ്റ വീഡിയോ അല്ലെ ഒരൊറ്റ ലുക്ക് മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് ലുക്കുകൾ ചെയ്യും. അപ്പോൾ എന്താക്കണം, നമ്മൾ ഒരുപാട് പൂവ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്ത് നാളെ വേറൊന്ന് എടുക്കാനിടുക വെച്ചാൽ ഒരേ പൂവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജാസ്മിൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പേപ്പർ കൊണ്ടാണ്, വിചാരിക്കുന്ന പോലെയല്ല. ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ചിലപ്പോൾ നേരിട്ട് ഭംഗിയില്ലെങ്കിലോ എന്നല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. എൻ്റെ കയ്യിലുള്ളത് എന്താ പറയുക, ഭയങ്കര നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. 10 രൂപ 15 രൂപേൻ്റെതാണ്. ടിഷ്യൂ പേപ്പർ നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. ഏത് സൈസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് വേണം, കാരണം നമുക്ക് മുല്ലപ്പൂവ് എത്ര വേണം എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഏത് അളവ് വേണം എന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കി വെക്കണം. അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടി. പോക്കറ്റ് ടിഷ്യൂ ആണ് കേട്ടോ ഞാൻ എടുത്തത്. അതും 1.5 പാക്കറ്റാണ്. 1.5 പാക്കറ്റ് ആവശ്യമില്ല, ഒരു പാക്കറ്റൊക്കെ മതി. ഞാൻ 1.5 എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൊത്തം ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുകയും കൂടി ചെയ്തതിനെ കൊണ്ട് കുറച്ച് വേസ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ലെങ്ത് അത്രയായിരുന്നു വേണ്ടു, അതുകൊണ്ടാണ്. കുറേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഈ പേപ്പർ വേണ്ട 2 തരത്തിലാണ്. ഒന്ന് ഫില്ല് ചെയ്യാനുള്ള പേപ്പറും ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തതും. അപ്പോൾ ഫില്ല് ചെയ്യാനുള്ള പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട, മുറിച്ച് എന്താ പറയുക, ബോൾ സൈസിൽ ആക്കാനുള്ളതാണ്. അപ്പോൾ ബോൾ എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പേപ്പർ എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ഞിയില്ലേ, നമ്മൾ ഡ്രസ്സ് ചെയ്യാനൊക്കെ, മുറിവൊക്കെ പറ്റിയ ഡ്രസ്സ് ചെയ്യാൻ എടുക്കുന്ന പഞ്ഞി, കോട്ടൺ, അതെടുക്കുന്നതാണ് കേട്ടോ. കാരണം ഈ പേപ്പർ ഞാൻ ഈ 2-3 വിരലിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ആക്കിയപ്പോഴേ, ഇങ്ങനെ ഉരുട്ടി എടുത്തപ്പോഴേ എൻ്റെ വിരലിൻ്റെ സത്യമായിട്ടും എൻ്റെ വിരലിൻ്റെ തൊലി വരെ ഇളകിയിട്ടുണ്ട്. കാരണം ഞാനിത് ഒരുപാടെണ്ണം ഇങ്ങനെ ആക്കിയിട്ട് ഭയങ്കര പ്രശ്നം. പിന്നെ ഞാൻ എന്നിട്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തിരുമുന്ന പോലെ ആക്കി എടുക്കല്ലോ, അങ്ങനെ എടുത്തു കേട്ടോ. അത് പക്ഷേ എനിക്ക് തീരെ ചെറിയ കുഞ്ഞു ബോളല്ലേ, അതുകൊണ്ട് അത് തീരെ ശരിയാവുന്നില്ലായിരുന്നു. കുറച്ച് റിസ്ക് എനിക്ക് അതിലേ തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബോൾസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോ സൈഡിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ആദ്യം സെൻറ്ററിൽ വെച്ച്, പിന്നെ ഞാൻ സൈഡിൽ വെച്ച്, പിന്നെ ഇങ്ങനെ ചുറ്റിയൊക്കെ എടുത്ത്. അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എയിം പോലെ ചെയ്താൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു എയിം പോലെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തത്. അപ്പോൾ ഇതേ സക്സസ്, നമ്മളെ മുല്ല മൊട്ട് സക്സസ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചെയ്യണം. എത്ര ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ അളവൊക്കെ എടുത്തിട്ടാട്ടോ ചെയ്തത്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയിൽ വെച്ച് നോക്കിയതാണ്. അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടിഷ്യൂ പേപ്പർ എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതല്ല, കാരണം എൻ്റെ കയ്യിൽ എപ്പോഴും ഞാനൊരു ബണ്ടിൽ വെച്ചിട്ടാണ് വാങ്ങുക. മോളുള്ളത് കൊണ്ട് ഞാൻ മോൾക്ക് ഒരു പ്രായമാവുന്നത് വരെ ഞാൻ പേപ്പർ അല്ല യൂസ് ചെയ്ത്, ക്ലോത്ത് ആണ് കേട്ടോ. ക്ലോത്ത് യൂസ് ചെയ്ത സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൾ മക്കളല്ലേ, അപ്പോൾ കൈ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇല പിടിച്ചാലും മതിയില്ലേ, അപ്പോൾ കയ്യിലൊക്കെ ഇതായി. പിന്നെ ചിലപ്പം വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല. അപ്പം നമ്മൾ ഈ ക്ലോത്തിലായിരിക്കും തുടയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ മുഖത്ത് എന്തെങ്കിലും ഒക്കെ ആക്കും, അപ്പം അതും തുടയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ അഴുക്കായതിൻ്റെ മുകളിൽ തന്നെ പിന്നെയും ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. അങ്ങനെയാണ് ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ടിഷ്യൂ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്. എൻ്റെ കയ്യിൽ എങ്ങനെ പോയാലും ഒരു ടിഷ്യൂ എൻ്റെ ബാഗിൽ പുറത്ത് പോകുകയാണെങ്കിൽ ഉണ്ടാവും. വെള്ളവും ടിഷ്യൂവും ഡ്രസ്സും ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും കയ്യിൽ വെക്കുന്നത്. ചിലപ്പോൾ ഡ്രസ്സ് എടുക്കില്ല, കാരണം പെട്ടെന്ന് പോയി വരാനുള്ളതൊക്കെ ആണെങ്കിൽ എടുക്കില്ല. പക്ഷേ വെള്ളവും ടിഷ്യൂ മസ്റ്റായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന 2 സാധനങ്ങളാണ്. മക്കളൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, വെള്ളം കൊണ്ട് നടക്കും. എങ്ങനെയാണെങ്കിലും ടിഷ്യൂ ഇല്ലെങ്കിലും വെള്ളം എന്തായാലും കയ്യിൽ സ്റ്റോർ ചെയ്ത് എല്ലാവരും. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ളതിനെ കൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അമ്മമാർക്കൊക്കെ അതൊക്കെ ഏറ്റവും കൂടുതൽ മക്കളെക്കുറിച്ചല്ലേ ശ്രദ്ധിക്കുള്ളൂ. അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ഇതേ മൊട്ട് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഞാൻ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ പക്ക കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് ആവശ്യം വന്നിട്ടില്ല. ഇതൊക്കെ ഫാബ്രിക് പെയിൻ്റ് ആണ്. ഞാൻ ക്ലോത്തിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതാണ്. ഈ മുല്ലമുട്ടിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പ്രശ്നമായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? മുല്ലമുട്ടിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് ഗൈസ്. മുല്ലമുട്ടിൻ്റെ കാല് കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്, കുറച്ചധികം വലുപ്പം വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കാല് കുറച്ച് നീണ്ടിട്ടാണുള്ളത്, അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തിട്ട് ഇനി അടുത്തൊരു ടാസ്ക് ആണ് കേട്ടോ. ഇത് സൂചിയിൽ കോർക്കാന്ന് പറഞ്ഞിട്ട് സൂചിയിൽ നൂല് കോർത്തു, കെട്ടൊക്കെ ഇട്ടു അടിയിൽ. എന്നിട്ട് ഒരു പൊട്ടില്ലേ, നമ്മുടെ സ്റ്റിക്കറുള്ള പൊട്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്ന് എന്താ പറയുക, അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്ക് പൊട്ടിൻ്റെ സ്റ്റിക്കർ ഭാഗമില്ലേ, അത് വരുന്ന അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മുല്ല കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് തങ്ങി നിന്നോളൂ. അപ്പോൾ ഞാൻ ഒരു പൊട്ടിട്ട് കൊടുത്തു.
ചെയ്തെടുത്തു. ഇനി അടുത്തത് കോർക്കുക എന്നാണ്. അതെനിക്ക് ടാസ്ക് തന്നെയാണ്, കാരണം സൂചി കയറുന്നില്ലായിരുന്നു, നൈസായിട്ടുള്ള സൂചിയായിരുന്നു എടുത്തത്. അപ്പം വലുതെടുത്തിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. നൈസുള്ളതാണ് എന്തായാലും ഞാൻ എടുത്തത് കേട്ടോ. സൂചി കയറുന്നേ ഉണ്ടായിരുന്നില്ല, ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് സൂചി കയറ്റാൻ വേണ്ടിയിട്ട്. ശരിക്കും ആ മൊട്ട് വരുന്നില്ല, ആ ഭാഗത്തേക്ക് സൂചി ഇട്ടാൽ മതി നല്ലോണം. പക്ഷേ നമ്മളെ കാലിന് കുറച്ച് നീളമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മളെല്ലാം കോർത്തെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയുക, ശരിക്കും മുല്ല തന്നെയാണ് കേട്ടോ. കറക്റ്റ് മുല്ല കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മുല്ലമുട്ട് മാല സെറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്, സീരിയസ് ആയിട്ട് പറയാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഗൈസ്, നമ്മൾ മുല്ല യൂസ് ചെയ്യുന്ന പോലെ ആവില്ല അല്ലേ. എങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മുല്ലയ്ക്ക് മുല്ലേതായ ആ സ്മെല്ലും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ വേറെ തന്നെയാണല്ലേ. പക്ഷേ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ മുല്ല വാങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.